സീരിയസ് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും പറയുന്നില്ലല്ലോ. പറയാം. ഇനി ശിവാനി മാത്രമല്ലേ വരാനുള്ളൂ? അവളുടെ കാര്യം അങ്ങ് വിട്ടേക്ക്. കാര്യം എന്താന്ന് വെച്ചാ ഏട്ടൻ പറയേ. അച്ഛാ, ശിവാനി കുളിക്കുക. അവള് വന്നോളൂ. അച്ഛാ കാര്യം പറഞ്ഞോ? ആ ശരി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ആരും അതിനെതിര് പറയരുത്. എന്റെയും പാറുവിന്റെയും പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും ഞാൻ ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു. ഇതുവരെ ഞാൻ സമ്പാദിച്ച ബിസിനസ് പ്രോപ്പർട്ടീസ് എല്ലാം എന്റെ 3 മക്കളുടെ പേരിലും തുല്യമായി വീതിച്ചു നൽകാനാണ് എന്റെ തീരുമാനം. എന്തിനായിട്ടാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? എന്തായാലും ഇത് വേണ്ടതല്ലേ വസു? അത് ശരിയാണ് എന്ന് കരുതി ഇപ്പൊ എന്തായാലും അത്യാവശ്യം അല്ലേ? ഇപ്പൊ ഒരാളും സെപ്പറേറ്റ് ആവുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് പോലും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എല്ലാ അച്ഛൻ്റെ പേര് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ ഒരു കുഴപ്പം? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സ്വത്ത് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതല്ല മോനെ, നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്നോ? എന്ത് പ്രശ്നം? അതെന്താ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോ അമ്മയുടെ അച്ഛൻ്റെ 3 മക്കളിൽ ആരെങ്കിലും മക്കളല്ലാതായി മാറുമോ? അതോ ഞാനോ പ്രണവോ യാമിനിയോ നിങ്ങളുടെ മക്കളല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുമോ? ഏതായാലും ഇപ്പൊ അത്യാവശ്യമായിട്ട് ഓഹരി വെക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയും. അതല്ല ഗൗതം, സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കേണ്ട സമയത്ത് തന്നെ അത് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മക്കൾ പല ഭാഗത്തായി പോകും. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുമ്പോൾ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഒരച്ഛനെന്ന നിലയിൽ അതെന്റെ കടമയാണ്. ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ എഴുതി വെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. വക്കീൽ അവിടെ വരും. അവിടെ വെച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി ഡോക്യുമെന്റ് സൈൻ ചെയ്യാം. എന്താ വസു, എന്റെ തീരുമാനം ശരിയല്ലേ? 3 മക്കൾക്കും തുല്യമായി ഞാൻ ഭാഗം വെച്ചു നൽകുന്നു. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതിന് തെറ്റൊന്നും ഞാൻ പറയില്ല ഏട്ടാ. പക്ഷേ കുറച്ച് ധൃതി കൂടി പോയോന്നൊരു സംശയമുണ്ട്. ഞാൻ തടസ്സമൊന്നും പറയുന്നില്ല. ബാക്കിയൊക്കെ ഏട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഞാൻ കൂടെ ഉണ്ടാവും. പ്രണവ്, നിന്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്ത് പറയുന്നു? അല്ല, എനിക്ക് വിരോധമൊന്നുമില്ല. എല്ലാ അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഗൗതം, നിധി, നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഓക്കെ അല്ലാന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അല്ലേ? ഭാഗം വെക്കുന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ ആയിക്കോട്ടെ. പക്ഷേ അത് മക്കളെല്ലാവരും കൂടി പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതിന് കാരണം അവരുതെന്ന് മാത്രം. എല്ലാവരും ഈ വീട്ടിൽ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരുമിച്ച് ജീവിക്കണം. അതാ എന്റെ ആഗ്രഹം. ഇത് ശിവാനി അറിയുമ്പോ ഇവിടെ ഭൂകമ്പം ഉണ്ടാവല്ലോ ഭഗവാനെ. ഈശ്വരാ. ശരി, ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞ് വക്കീൽ ഓഫീസിലേക്ക് പോയി അയാളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അവിടെ ചെന്ന് ഞാനും പാർവതി സൈൻ ചെയ്ത് കഴിയുന്നതോടെ ആ കടമ കഴിയുമല്ലോ. നമുക്ക് കഴിക്കാം. ആ ശിവാനി കൂടി വിളിക്ക്.